Good evening, everyone. I hope you all are safe and healthy at your homes. I welcome everyone to yet another interesting session that's being held by Yes India. First and foremost, let us start the session with the motivational Yes anthem. When there was a call, young students said yes. They gathered, shared, and formed a platform of action of students, for students, by students. A platform where the underprivileged sections have their say, where they learn to order their lives, love others, build careers, and to act for their common good. That is Yes India. താങ്ക് യു. അടുത്തതായി സ്വാഗതം ആശംസിക്കാൻ സൗത്ത് സോൺ കോർഡിനേറ്ററായ ധനലക്ഷ്മിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ധനലക്ഷ്മി പ്ലീസ്. ഹായ് ഹായ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. പോളിടെക്നിക് ഡിപ്ലോമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പോളിടെക്നിക്കിന്റെ കോഴ്സുകളെ പറ്റിയും അവയുടെ വിശാലമായ സാധ്യതകളെ പറ്റിയും ഒക്കെ പരിചയപ്പെടുത്താനും കൂടുതൽ അറിയുവാനും വേണ്ടിയാണ് നമ്മുടെ എസ് ഇന്ത്യ ഒരുക്കിയ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. എൻ്റെ കർത്തവ്യം ഇവിടെ എത്തിയവർക്കെല്ലാം സ്വാഗതം അർപ്പിക്കുക എന്നതാണ്. ആദ്യമായി പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളെ പറ്റി പരിചയപ്പെടുത്താനും നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കാനും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ നമ്മുടെ ഗസ്റ്റ് ഇന്ത്യ റെയിൽവേയിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ മിസ്റ്റർ ഷബാബ്സ് കെ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ധനലക്ഷ്മി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ടേണിംഗ് പോയിന്റ്സ് ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഒരുപക്ഷെ 10th and 12th ശേഷമായിരിക്കും നമ്മൾ കൂടുതലും ഇത് കേൾക്കുന്നത്. ബട്ട് ഐ ബിലീവ് ദാറ്റ് ചൂസിങ് യുവർ ഫീൽഡ് ഓർ കോഴ്സ് അക്കോർഡിംഗ് ടു യുവർ പാഷൻ വിൽ ബി ദ ടേണിംഗ് പോയിന്റ് ഓഫ് യുവർ ലൈഫ്. അത് ഏത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ അഭിരുചിക്കനുസരിച്ച കോഴ്സോ അല്ലെങ്കിൽ ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പോളിടെക്നിക് എന്ന് ഒരുപാട് പ്രാവശ്യം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവും. ഇൻഫാക്ട് ഒരു ഡയലോഗ് തന്നെ ഉണ്ടല്ലേ, ഫേമസ് ഡയലോഗ് ഉണ്ട് ഒരു ഫിലിമിലെ, ശ്രീനിവാസൻ പറയുന്നത് ഞാൻ ഈ പോളിടെക്നിക് പഠിച്ചതാ എന്നുള്ളത്. എന്താണ് ഈ പോളിടെക്നിക് അല്ലെങ്കിൽ എന്താണ് ഈ പോളിടെക്നിക് തുറന്നു വെക്കുന്ന സാധ്യതകൾ എന്ന് നമുക്ക് ഇന്ന് കൂടുതൽ അറിയാം. ആൻഡ് ഫോർ ദാറ്റ് ലെറ്റ് മീ വെൽക്കം our respected resource person, Mr. Shehbaz K, who is Assistant Loco Pilot at Indian Railways, to interact with us. Over to you, sir. Thank you. Good evening, all of you. I think I'm audible. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. You're audible. അപ്പോൾ നിങ്ങൾ ഒരുപാട് കേട്ട ഒരു വാക്കാണ് ഈ പോളിടെക്നിക് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ എന്താണ് ഈ പോളിടെക്നിക്, എന്താണ് ഈ ഡിപ്ലോമ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. സ്ക്രീനിലൊരു സ്ലൈഡ് കാണുന്നുണ്ടോ? അതെ, പ്രസന്റേഷൻ കാണാം. ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. നേരത്തെ സ്ലൈഡ് വന്നിരുന്നു. വൈറ്റ് ആൻഡ് വൈ ഡിപ്ലോമ. യെസ്, വിസിബിൾ ആണ്. ഓക്കേ, റൈറ്റ്. ഡിപ്ലോമ എന്താണ്, അല്ലെങ്കിൽ പോളിടെക്നിക് കോളേജ് എന്താണ്, അല്ലെങ്കിൽ പോളിടെക്നിക് എന്താണ്? പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെയുണ്ട്, പോളിടെക്നിക്. ഒരുപാട് ടെക്നിക്കുകളുള്ള ഒരു സ്ഥലമാണ് പോളിടെക്നിക് എന്ന് പറയുന്നത്. ആ പോളിടെക്നിക് കോളേജ് കൊടുക്കുന്ന ഒരു 3 വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. ആദ്യത്തെ ചോദ്യം എന്താണ് ഡിപ്ലോമ എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഈ ഡിപ്ലോമ കോളേജ്
ഡിപ്ലോമ കോഴ്സ് ഏതൊക്കെ കോളേജിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രീമിലാണ്, സിമ്പിൾ വാക്ക് പറഞ്ഞാൽ ബ്രാഞ്ചസ് എന്ന് പറയും, ഏതൊക്കെ ബ്രാഞ്ചിലാണ് നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത്, എങ്ങനെ നിങ്ങൾ ഈ ബ്രാഞ്ച് ചൂസ് ചെയ്യും, അതായത് ഓരോ ബ്രാഞ്ചിനെ പറ്റിയും ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ദെൻ എന്തുകൊണ്ട് ഡിപ്ലോമ, ഈ ഡിപ്ലോമ പഠിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ലൈഫിലുണ്ടോ, എന്തെങ്കിലും കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞിട്ട് എന്തൊക്കെ ഓപ്ഷൻസ്, ഇത് രണ്ട് രീതിയിൽ, ഒന്ന് നിങ്ങൾക്ക് ആസ് എ ജോബ്, അതല്ല ജോബ് എന്നതിന് പുറമെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് ഹയർ സ്റ്റഡീസ്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് സ്റ്റഡീസ്, അതർ സ്റ്റഡീസ്, അഡീഷണൽ സ്റ്റഡീസ്, ഇത് അതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പറയാനുള്ള കാര്യമാണ്, കാരണം അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഡിപ്ലോമ പഠിക്കുന്നതിൻ്റെ. ദെൻ നിലവിൽ എങ്ങനെ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സിന് അപ്ലൈ ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, ഏതാണ് വെബ്സൈറ്റ്, കാര്യങ്ങളൊന്ന് ലാസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫൈനലി ഇതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷൻ. ഇത്രയാണ് നമ്മൾ ഈ ഒരു പറഞ്ഞ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ തീർക്കും. 1 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ തന്നെ മാക്സിമം ഞാൻ നോക്കാം. ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, വാട്ട് ഈസ് എ ഡിപ്ലോമ? എന്താണ് ഡിപ്ലോമ, അല്ലെ എന്താണ് പോളിടെക്നിക്? ഇത് നമുക്ക് ജനറലി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു എഞ്ചിനീയറിംഗ് കോഴ്സാണ്. എഞ്ചിനീയറിംഗിലെ ഒരു കോഴ്സാണ് ഡിപ്ലോമ എന്ന് പറയുന്നത്. പോളിടെക്നിക് കോളേജിൽസാണ് ഡിപ്ലോമ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്നൊരു വാക്കാണ് ബിടെക്. ബിടെക് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിലെ ഒരു ഡിഗ്രിയാണ്. നമുക്ക് 3 തരത്തിലാണ് +2 കഴിഞ്ഞ് കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിൽ പോകാൻ പറ്റുന്നത്. ഒന്ന് പ്രിലിമിനറി ലെവൽ, അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ലെവൽ എന്ന് പറയും. നമ്മുടെ SSLC ലെവലാണ് മെട്രിക്കുലേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡറി ലെവൽ, അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ ലെവൽ, ഇത് കഴിഞ്ഞിട്ട് ഡിഗ്രി ലെവൽ. ഇങ്ങനെ 4 സ്റ്റേജിലാണ് നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കിടക്കുന്നത്. ഈ ഡിഗ്രി എന്ന് പറയുന്നത് അതിന് മേലെ UG, PG, അങ്ങനെ PG, PhD അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് ഇത്രയും തൽക്കാലം ഞാൻ ഡിഗ്രി വരെ പറയുന്നു. ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഫേമിനകത്ത് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റുകൾ വഹിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷനാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അതേ ഫേമിനകത്ത് ബാക്കിയുള്ള സ്റ്റാഫുകളുടെ, അല്ലെങ്കിൽ ആ കമ്പനിയെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളുകൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഡിപ്ലോമ കോഴ്സിൽ നമ്മൾ പറഞ്ഞത്. 3ാമത്തെ സ്റ്റേജിൽ ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഫേമിനകത്തുള്ള വർക്കേഴ്സിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ IT അല്ലെങ്കിൽ SSLC മെട്രിക്കുലേഷൻ സെക്കൻഡറി ലെവലുള്ള കാര്യങ്ങൾ നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിഗ്രി എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വരുന്നൊരു കോഴ്സാണ്. ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു സൂപ്പർവൈസർ ലെവലിൽ വരുന്ന കോഴ്സാണ്. SSLC മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ IT എന്നൊക്കെ പറയുന്നത് ഒരു വർക്കേഴ്സ് ലെവലിലുള്ള പോസ്റ്റാണ്. അതൊരു 3 ലെയറിലായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റേജ്, ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ബിടെക് എന്ന് പറയുന്നത് ഡിഗ്രി ലെവലാന്ന് പറഞ്ഞു, IT എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ ലെവലാന്ന് പറഞ്ഞു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആളാണ് നമ്മുടെ ഈ ഡിപ്ലോമ എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ഡിപ്ലോമ നമ്മളൊരു എഞ്ചിനീയറിംഗ് കോഴ്സാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന് പുറമെ ഡിപ്ലോമ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് മാത്രമല്ല, അതൊരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് കോഴ്സും കൂടെയാണ്. ഡിപ്ലോമ 2 രീതിയിലുണ്ട്. ഒന്ന്, എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ഒരു ഡിപ്ലോമ ഉണ്ട്. അതേപോലെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് സൈഡിലും ഒരു ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഈ 2 കോഴ്സാണ് ഇന്ന് കേരളത്തിലെ പോളിടെക്നിക് കോളേജുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 ഡിപ്ലോമ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലും ഈ രണ്ടാമത് പറഞ്ഞ മാനേജ്മെന്റ് ഡിപ്ലോമ വളരെ ചുരുക്കം കോളേജുകളിൽ ചുരുക്കം കോഴ്സുകളേ ഉള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് എഞ്ചിനീയറിംഗ് തന്നെയാണ് ഡിപ്ലോമ കാണുന്നത്. സോ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ടും പറയാൻ പോകുന്നത്. ദെൻ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷത്തെ കോഴ്സാണിത്. നിങ്ങൾക്ക് 6 സെമസ്റ്ററുകളായിട്ടാണ് ഈ കോഴ്സ് ഉണ്ടാവുക. സെമസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ നമ്മൾ 6 മാസത്തെ 6 സെക്ഷനുകളാക്കി മാറ്റും. ഓരോ സെഷനാണ് ഓരോ സെമസ്റ്റർ. ഓരോ സെമസ്റ്റർ അവസാനത്തിലും നിങ്ങൾക്ക് ഓരോ എക്സാം ഉണ്ടാവും. ആ സെമസ്റ്റർ ബേസിലാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുക. ഡിഗ്രി ആണെങ്കിലും അതേപോലെ തന്നെയാണ്.
നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത ആദ്യത്തെ 6 മാസത്തിന് ശേഷം ഒരു എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഒരു സെമസ്റ്റർ കഴിഞ്ഞു. അതേപോലെ രണ്ടാമത്തെ സെമസ്റ്റർ, മൂന്നാമത്തെ സെമസ്റ്റർ, അങ്ങനെ 6 സെമസ്റ്ററുകളിലായിട്ടാണ് ഡിപ്ലോമ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 3 വർഷത്തിൽ. ഇതുവരെ നിങ്ങൾ 10ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള അറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്ന് എല്ലാ എക്സാമും എഴുതി പാസ്സായാൽ മാത്രമേ 9ാം ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാ എക്സാം പാസ്സായാലേ 10ാം ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ. എന്നാൽ ഡിപ്ലോമയിൽ +2, +1, +2 പഠിച്ചവരാണെങ്കിൽ +1 നിങ്ങൾ ഏതെങ്കിലും ഒരു 2 സബ്ജക്റ്റ് തോറ്റാലും നിങ്ങൾക്ക് +2 ക്ലാസ്സിൽ ഇരിക്കാം, പിന്നീട് എഴുതിയെടുത്താൽ മതി. അതേപോലെയാണ് ഈ സെമസ്റ്റർ സിസ്റ്റവും. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ചില പേപ്പറുകൾ എഴുതിയിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും. ബട്ട് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ കൂടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം എഴുതണം. അതുപോലെ അങ്ങനെ ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് മുൻപത്തെ സെമസ്റ്ററുകൾ എന്തെങ്കിലും പേപ്പറുകൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എഴുതാം. അതുകൊണ്ടാണ് അതിന് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം എന്ന് പറയും. ഓരോ സെമസ്റ്ററിലും ഓരോ സബ്ജക്റ്റിനും ഓരോ ക്രെഡിറ്റ് വാല്യൂ ഉണ്ട്. അതനുസരിച്ചാണ് മൊത്തം റിസൾട്ടും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുക. അതൊക്കെ കുറച്ചുകൂടി വലിയ വലിയ കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയേണ്ട കാര്യമില്ല. ബട്ട് സെമസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക എന്നുള്ള കാര്യം അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കും. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്, ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്. ഒരു SSLC പാസ്സായ ആൾക്ക് ഡിപ്ലോമയ്ക്ക് അഡ്മിഷൻ കിട്ടും. SSLC ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. അത് ഏത് സ്ട്രീമിലുള്ള SSLC ആയാലും കുഴപ്പമില്ല. നിങ്ങൾ THSLC ആണെങ്കിൽ അതല്ല VHSC ആണോ, അതല്ല CBSE ആണോ, ICSE ആണോ, ഓപ്പൺ സ്കൂൾ ആണോ, അതൊരു ദാറ്റ്സ് എ മാറ്റർ. നിങ്ങൾക്ക് ഏത് കോഴ്സ് ആണോ, ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് SSLCയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതിലൊരു സ്റ്റാർ മാർക്ക് എന്ന് പറയുന്നത് THSLC അല്ലെങ്കിൽ VHSC കഴിഞ്ഞ ആളുകൾക്ക് ഡിപ്ലോമ കോഴ്സിന് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സീറ്റ് ഓരോ കോളേജിലും ഓരോ കോഴ്സിലും ഇതിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് THSLC VHSC കഴിഞ്ഞവർക്ക് മാത്രം കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. ദെൻ അതേപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് SSLC കുട്ടികൾക്ക് മാത്രമായിരുന്നു നമുക്ക് ഡിപ്ലോമ അഡ്മിഷൻ ഉണ്ടായിരുന്നത്. ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ 10+2 കഴിഞ്ഞ ആളാണെങ്കിൽ ഡിപ്ലോമയുടെ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാതെ സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും പഠിച്ച് 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് ലാറ്ററൽ എൻട്രി അഡ്മിഷൻ എന്ന് പറയും. ഈ ഒരു അഡ്മിഷൻ പ്രകാരം സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്യുക. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും 4 സെമസ്റ്റർ മാത്രം പഠിച്ചാൽ മതി. 3rd സെമസ്റ്റർ മുതൽ 6th സെമസ്റ്റർ വരെ. അപ്പോൾ ഇത്രയാണ് ഡിപ്ലോമയുടെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി എവിടെയാണ് നമുക്ക് ഈ ഡിപ്ലോമ കിട്ടുക എന്നുള്ളത്, ഡിപ്ലോമ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളാണ് പോളിടെക്നിക് കോളേജുകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പോളിടെക്നിക് കോളേജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്സ് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, പോളിടെക്നിക്സ്. ഈ പോളിടെക്നിക്സ് കേരളത്തിൽ മൊത്തം 96 പോളിടെക്നിക് കോളേജുകളുണ്ട്. അതിൽ 45 പോളിടെക്നിക് കോളേജ് ഗവൺമെൻറ് അണ്ടറിലാണ്. ഈ കോളേജുകളിൽ കംപ്ലീറ്റ് സ്റ്റുഡൻസും മെറിറ്റ് ബേസിൽ മാത്രം വരുന്ന കോളേജാണ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകൾ. 45 കോളേജുകളുണ്ട്. മൊത്തം കേരളത്തിലുള്ള കോളേജുകളാണ്. ഒരു ജില്ലയിൽ 2ഉം 3ഉം കോളേജുകളുള്ള ജില്ലകളടക്കമുണ്ട്. ഇവിടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫീസ് വളരെ കുറവായിരിക്കും. 860 രൂപയാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി എയ്ഡഡ് കോളേജുകളാണ്. എയ്ഡഡ് കോളേജുകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് അണ്ടറിലല്ല, ആക്ച്വലി മാനേജ്മെൻറ്റ് കോളേജാണ്, എങ്കിലും ഗവൺമെൻറ് ആണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്, ഒരു ബേസിക് നോളജ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതും ഗവൺമെൻറ് കോളേജ് പോലെ തന്നെയാണ് ഈ എയ്ഡഡ് പോളിടെക്നിക് കോളേജ്. ഇതിൽ 85% സീറ്റ് പ്യുവർ മെറിറ്റ് ബേസ്, നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ബേസിലും ബാക്കി 15% അവർക്ക് തീരുമാനിക്കുന്ന സ്റ്റുഡൻസുമാണ്, ഫീസും കാര്യങ്ങളുമാണ്. ഇതും ഗവൺമെൻറ് കോളേജുകൾ പോലെ തന്നെ ഫീസ് ഫോളോ ചെയ്യുന്ന കോളേജുകളാണ്. ഞാനിപ്പോൾ എന്തിനാണ് ഈ കോളേജിൻ്റെ ടൈപ്പ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം, എന്ത് ബേസിൽ കൊടുക്കണം എന്നുള്ളത്, ഏത് കോളേജ് കൊടുക്കണം എന്നുള്ളത്. ദെൻ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 37 എണ്ണമുണ്ട്. 37 സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് കോളേജുകളാണ്, ഗവൺമെൻറ് അണ്ടറിലുള്ള കോളേജുകളല്ല, ബട്ട് പ്രൈവറ്റ് കോളേജുകളാണ്. പക്ഷേ അവിടുത്തെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതും എല്ലാം ഗവൺമെൻറ് ആണ്. സോ നിങ്ങൾ ഏത് കോളേജ് പഠിച്ചു എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ അല്ല. നിങ്ങൾ കോളേജ് പഠിച്ച കോളേജിൻ്റെ പേര് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ TC-നകത്തും സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നല്ലാതെ ഈ എല്ലാ ടൈപ്പ് കോളേജുകളും, ഒരു ടൈപ്പ് കോളേജ് കൂടെ ഉണ്ട്, IHRD എന്ന് പറയുന്നത് ഗവൺമെൻറ് അണ്ടറിലുള്ള ഒരു ഏജൻസിയാണ്.
IHRDക്ക് കീഴിൽ 8 കോളേജ്, അങ്ങനെ മൊത്തം 96 കോളേജാണുള്ളത്. നിങ്ങൾ ഈ 4 കാറ്റഗറിയിൽ ഏത് കോളേജ് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒറ്റ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അത് കേരള ഗവൺമെന്റിന്റെ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും തരിക. സർട്ടിഫിക്കറ്റിനകത്ത് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഫീസിലാണ് ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ടാണ് 4 ടൈപ്പ് കോളേജുകൾ പറയാനുള്ള കാരണം. 4ലുള്ള ഫീസ് ഡിഫറെൻ്റ് ആണ്. കംപ്ലീറ്റ് ഫീ ഡീറ്റെയിൽസ് നമുക്ക് ലാസ്റ്റ് പറയാം. സോ 4 ടൈപ്പ് കോളേജുകളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് അത് ഗവൺമെന്റ് അണ്ടറിലാണ്, അതിൻ്റെ അറ്റ്മോസ്ഫിയർ വേറെ തന്നെയാണ്. ബട്ട് ചില സമയത്ത് പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുള്ള ഫെസിലിറ്റീസും ലാബ് ഫെസിലിറ്റീസും ഒന്നും ചിലപ്പോൾ ഗവൺമെന്റ് കോളേജുകളിൽ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. കാരണം സെൽഫ് ഫിനാൻസിങ് കോളേജ് പ്രൈവറ്റ് കോളേജുകളാകുമ്പോൾ നല്ല ലാബ് ഫെസിലിറ്റികളുള്ള കോളേജുകൾ കേരളത്തിൽ, ഗവൺമെന്റ് കോളേജിനേക്കാൾ ഫെസിലിറ്റി ഉള്ള ലാബ് പ്രൈവറ്റ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കേരളത്തിലുണ്ട്. സോ ഇത്രയാണ് ഒരു ടൈപ്പ് ഓഫ് കോളേജസ് എന്ന് പറയുന്നത്. ദെൻ ഏതൊക്കെ സ്ട്രീമിൽ ഡിപ്ലോമ ഉണ്ട്, അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് ഈ സ്ട്രീം സെലക്ട് ചെയ്യുക എന്നുള്ളത്. മൊത്തം 21 ബ്രാഞ്ച് ഡിപ്ലോമയിൽ അവൈലബിൾ ആണ്. 21 ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് പഠിക്കാം. ഞാൻ ഓരോ ബ്രാഞ്ചിനെ പറ്റിയും പറയാം. ആദ്യത്തത് ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഈ ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, അതിനകത്തുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് പോലെയുള്ള കോഴ്സുകളെ പറ്റിയുള്ള കാര്യങ്ങളാണ് ആർക്കിടെക്ചർ. ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ താജ്മഹൽ എന്ന് പറയുന്നത് ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ റെഡ് ഫോർട്ട്, ഇതൊക്കെ ആർക്കിടെക്ചറിന്റെ പ്രൊഡക്റ്റ്. അതുപോലെയുള്ള കൺസ്ട്രക്ഷനുമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ബ്രാഞ്ച്. അപ്പോൾ ഈ ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കാനുണ്ടാവുക അത്തരം കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള, ലോകത്തിലുള്ള പല പല ആർക്കിടെക്ചർ ബിൽഡിങ്സിനെ പറ്റി, ആർക്കിടെക്ചർ കൺസ്ട്രക്ഷൻസിനെ പറ്റി, അതിലെ ഡ്രോയിങ്സ്, എങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിസൈനിങ് ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ പറ്റും, അതെങ്ങനെ വരയ്ക്കാം, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ആർക്കിടെക്ചറിൽ ഉണ്ടാവുക. ഇതിൽ കുറച്ച് ഡ്രോയിങ് സ്കില്ല് ഈ ഒരു കോഴ്സിന് ആവശ്യമാണെന്ന് ഞാൻ പറയില്ല. ഡ്രോയിങ് സ്കില്ലുള്ള ആളുകൾക്ക് ഈ കോഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുറെ വരയ്ക്കാനും ഒരുപാട് ഡിസൈനിങ് ചെയ്യാനുള്ള മേഖലയാണ് ആർക്കിടെക്ചർ. ആർക്കിടെക്ചർ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഡിസൈൻ ഐഡിയാസ് ഒക്കെ വെച്ച് സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ഒരു ഇന്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഡിസൈനിങ് സ്ഥാപനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റും. അതാണ് ആർക്കിടെക്ചർ കോഴ്സ് എന്ന് പറയുന്നത്. ഇത് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ കുറച്ച് കുറവാണ്, എങ്കിലും മലബാർ മേഖലയിൽ ഇതിന് കുറച്ച് കോളേജുകൾ കൂടുതലായിട്ടുണ്ട്. JDT പോളിടെക്നിക് കോളേജിലുണ്ട്, KMCTയിലുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കോളേജുകളിൽ മലബാർ മേഖലയിൽ കൂടുതൽ ആർക്കിടെക്ചർ കാണപ്പെടുന്നുണ്ട്. ദെൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് രണ്ടാമത്തത്. ഇത് ബോയ്സിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓട്ടോമൊബൈൽസ്, വണ്ടി, ബൈക്ക്, കാറ്, ഏത് തരത്തിലുള്ള ഓട്ടോമൊബൈൽസ് ആയാലും ആ ഓട്ടോമൊബൈൽ മെക്കാനിസം ആണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ കംപ്ലീറ്റ് ഒരു വെഹിക്കിളിൻ്റെ, ഒരു ബൈക്ക് ആണെങ്കിൽ ആ ബൈക്കിൻ്റെ കംപ്ലീറ്റ് പാർട്സും ഇന്റേണൽ ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പോളിടെക്നിക് കോളേജിൽ പഠിപ്പിക്കും. എങ്ങനെ ഓരോന്ന് സാധനം വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ റിപ്പയർ ചെയ്യാം, എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുന്നത്. ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള, വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബ്രാഞ്ചാണ് ഈ ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡിമാൻഡാണ്. ബെൻസ്, ടൊയോട്ട പോലെയുള്ള പല കമ്പനികളും കേരളത്തിലെ പോളിടെക്നിക് കോളേജിൽ നിന്ന് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഫോർ ദെയർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. അപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോമൊബൈൽസ് ആയിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഈ കോഴ്സ് ബോയ്സ് ആണ് എടുക്കാറുള്ളത്, ഗേൾസ് മെജോറിറ്റി എടുക്കാറില്ല. താല്പര്യമുള്ള ഗേൾസ് ഈ കോഴ്സിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഡിസ്ക്രിമിനേഷൻ ചെയ്യല്ല, മീൻസ് ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. ദെൻ മൂന്നാമത്തെ കോഴ്സ് ബയോമെഡിക്കൽ. ഇത് ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള കോഴ്സാണ്. ബയോമെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലുള്ള എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്. നമ്മുടെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് പ്യുവർ ആയിട്ട് ഒരു സ്റ്റെതസ്കോപ്പും സിറിഞ്ചും മരുന്നും മാത്രമല്ല. അവിടെ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എഞ്ചിനീയറിംഗ് ആണ്. മെഡിക്കൽ കൺസെപ്റ്റിലും കൂടുതൽ ഉപയോഗിക്കുന്നത് എഞ്ചിനീയറിംഗ് കൺസെപ്റ്റാണ്. എക്സ്റേ മെഷീൻ,
ECG മെഷീൻസ്, അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻസ്, ഓപ്പറേഷൻ എക്യുപ്മെൻറ്റ്സ്, ഈവൻ പുതുതായിട്ട് റോബോട്ട് പോലും ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മെഡിക്കൽ യൂസുള്ള എഞ്ചിനീയറിംഗ് പർപ്പസുകളാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ബയോമെഡിക്കൽ ഏരിയയിൽ വരുന്നത്. ഇത് എമർജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിൽ ബയോമെഡിക്കൽ ഡിപ്ലോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലേക്കാണ് നമുക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഫീൽഡിലുള്ള ഹോസ്പിറ്റലുകളിലെ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ ഒരു ബയോടെക്നീഷ്യൻ നിർബന്ധമാണ്. കാരണം അവിടെ എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ബേസിലാണ്. അവിടെയുള്ള ആൾ ഡോക്ടേഴ്സും മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും 90% എക്യുപ്മെന്റ്സും എഞ്ചിനീയറിംഗ് എക്യുപ്മെന്റ്സ് ആണ്. സോ ഒരു ബയോടെക്നീഷ്യൻ എല്ലാ ഹോസ്പിറ്റലുകളിലും കമ്പൽസറി ആണ്. ബയോമെഡിക്കൽ എന്ന് പറയുന്ന കോഴ്സിന് അത്രയും ഒരു റിലവൻസ് ഉണ്ട്. പോരാത്തതിന് ഇതൊരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. സോ ദാറ്റ്സ് എ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ദെൻ നാലാമത്തത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്. ഇത് ഒരു മാനേജ്മെന്റ് കോഴ്സാണ്. ബിസിനസ് ഏരിയകളിലേക്ക് പോകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗിൽ മാത്രമല്ല മാനേജ്മെന്റ് സൈഡിലും ഡിപ്ലോമ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മാനേജ്മെന്റ് സൈഡിലുള്ള ഡിപ്ലോമയിലെ ഒരു കോഴ്സാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് മാനേജ്മെന്റ്. ടാലി ഒരു ബിസിനസ് മാനേജ്മെന്റിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അതുപോലെയുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഈ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് മാനേജ്. ഇത് കോഴ്സ് ഞാൻ പറഞ്ഞു, മാനേജ്മെന്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ കുറവാണ്. കാരണം മാനേജ്മെന്റ് കോഴ്സുകൾക്ക് ഡിപ്ലോമയേക്കാൾ ഡിമാൻഡ് ഡിഗ്രികൾക്കാണ്. BCA, BCom പോലെയുള്ള കോഴ്സുകൾക്കാണ് മാനേജ്മെന്റ് സൈഡിൽ കൂടുതലും സ്റ്റുഡൻസ് പോകുന്നത്. ഡിപ്ലോമ കോഴ്സിന് ജോലി സാധ്യതകളും കുറവാണ്, അതുപോലെ തന്നെ ഡിമാൻഡും കുറവായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കോളേജുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അടുത്തതാണ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലെ ഒരു മദർ ബ്രാഞ്ചാണ്, ഒരു കോർ ബ്രാഞ്ചാണ്, ഒരു ബേസ് ബ്രാഞ്ചാണ്. ഈ 21 കോഴ്സിൽ കുറച്ച് കോഴ്സുകൾ ബേസ് ബ്രാഞ്ച് എന്നറിയപ്പെടുന്നുണ്ട്. എല്ലാ കാലത്തും നിർബന്ധമാണ് ആ എഞ്ചിനീയേഴ്സിന്. ആ എഞ്ചിനീയേഴ്സ് ഇല്ലാതെ ഈ ലോകം മുമ്പോട്ട് പോവില്ല. ഈ 21 കോഴ്സില്ലാതെ ലോകം മുമ്പോട്ട് പോവില്ല. പക്ഷേ ഈ ബ്രാഞ്ചിലുള്ള ആളുകളില്ലാതെ ലോകം തീരെ മുന്നോട്ട് പോവില്ല എന്നുള്ള ഒരു അവസ്ഥയായതുകൊണ്ടാണ് മദർ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ കോർ ബ്രാഞ്ചിൽ എന്ന് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സിവിൽ കൺസ്ട്രക്ഷൻസ്. നമ്മളൊരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ, നേരത്തെ ആർക്കിടെക്ചറും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനിൽ വരുന്ന മെറ്റീരിയൽസുകളും ഡിസൈനിങ് മാത്രമാണ് ആർക്കിടെക്ചറിന്റെ പരിപാടി. ഇതിനകത്ത് എത്ര സിമെന്റ് യൂസ് ചെയ്ത്, എത്ര കമ്പി യൂസ് ചെയ്ത്, എങ്ങനെ ചെയ്യണം, ഇതിന്റെ പ്ലാൻ എങ്ങനെയാണ് എന്നുള്ള ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നത് സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. അതുപോലെ ബ്രിഡ്ജുകൾ, മറ്റ് ഗവൺമെന്റ് പ്രോപ്പർട്ടീസ്, ഇതെല്ലാം ചെയ്യുന്നത്, ഇതിന്റെ കൺസ്ട്രക്ഷണൽ പർപ്പസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ആർക്കിടെക്ചറും സിവിലും തമ്മിൽ ഡിഫറൻസ്, ഇയാൾ ഡിസൈനിങ് ഏരിയയിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ സിവിൽ കൺസ്ട്രക്ഷൻ ഏരിയയിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കൂടുതലും പഠിക്കാനുണ്ടാവുക കമ്പിയുടെ കണക്കും സിമെന്റിന്റെ കണക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതൊരു മദർ ബ്രാഞ്ചാണ്, വളരെ ഡിമാൻഡ് കൂടിയൊരു ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്. ഇത് സിവിൽ എഞ്ചിനീയറിംഗ് മിക്കവാറും കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും കൂടുതൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമുള്ള ഒരു ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കാരണം ഈ സിവിൽ എഞ്ചിനീയേഴ്സ് ഇല്ലാതെ നമുക്ക് ഒരു കൺസ്ട്രക്ഷന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സോ സിവിൽ എഞ്ചിനീയറിംഗ് ഡിമാൻഡും കൂടുതലാണ്, കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇതിന്റെ എല്ലാം ജോലി സാധ്യതകൾ നമുക്ക് പറയാം കേട്ടോ, ഓരോ കോഴ്സുകളും പറയാം, ഓരോ മേഖലകൾ പറയുന്നു, എവിടെ ഏതൊക്കെ കമ്പനികളിൽ ജോലി കിട്ടുന്നു, ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുന്ന കമ്പനികളുടെ പേര് നമുക്ക് പിന്നീട് പറയാം. ദെൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കെമിസ്ട്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾ +2 അല്ലെങ്കിൽ SSLCയിൽ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. എഞ്ചിനീയറിംഗിലുള്ള കെമിസ്ട്രി ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു കെമിക്കൽ പ്രോസസ്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷുഗർ ഫാക്ടറി എടുക്കുക. ഒരു ഷുഗർ ഫാക്ടറിയിൽ ഈ കരിമ്പിൽ നിന്ന് ഷുഗർ ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു ജ്യൂസിയാണ്. നിങ്ങൾ കരിമ്പ് ജ്യൂസ് എല്ലാം കഴിച്ചിട്ടുണ്ടാവും. ആ കരിമ്പ് ജ്യൂസ് എന്നൊരു ഗ്രീൻ ഷെയ്ഡുള്ള ഒരു ജ്യൂസിയാണ്. അത് ക്രിസ്റ്റലൈസ് ചെയ്തിട്ടാണ് ഷുഗർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ റോ ഷുഗർ എന്ന് പറയുന്നത് ഒരു പ്യുവർ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളറാണെന്ന് പറയും. അതിനെ നമ്മൾ പ്യുവർ വൈറ്റ് ഫോമിലേക്ക് മാറ്റുന്നത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ പല കെമിക്കൽസ്, ഈ പ്രിന്റിംഗ് ടെക്നോളജി, നമ്മുടെ ഫാബ്രിക്, ഡ്രസ്സ്, ഇതിലെല്ലാം ഒരുപാട് കെമിക്കൽ ഏരിയാസ് വരുന്നുണ്ട്. സോ എഞ്ചിനീയറിംഗ് മേഖലകളിൽ എവിടെയൊക്കെ കെമിസ്ട്രി യൂസ് ചെയ്യുന്നു ആ പർപ്പസുകൾക്കാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ചിലുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് കുറച്ച് ഡിമാൻഡ് കുറവുള്ള ബ്രാഞ്ചാണ് എന്നൊന്നും ഞാൻ പറയില്ല. കേരളത്തിനകത്ത് ഇതിൻ്റെ ഡിമാൻഡ് കുറച്ച് കുറവാണ്. കേരളത്തിനകത്ത് കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇതിനൊരു ജോലി സാധ്യത കിട്ടുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒന്ന് കേരള ഗവൺമെന്റിന്റെ സോപ്പ് കമ്പനി ഉണ്ട്, കേരള സോപ്സ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ചിലപ്പോൾ മിൽമ, അതുപോലെയുള്ള ചില സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കെമിക്കൽ എഞ്ചിനീയറിംഗിന് ജോലി കിട്ടുന്നത്. പക്ഷേ കെമിക്കൽ എഞ്ചിനീയറിംഗ് കേരളത്തിന് പുറത്തേക്ക് നല്ല സ്കോപ്പുള്ള ഒരു സ്ഥാപനമാണ്. കാരണം കേരളത്തിനകത്ത് കേരളം ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് അല്ല, ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. കേരളത്തിൽ ഇൻഡസ്ട്രീസ് ഒക്കെ കുറവാണ്. നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 21 ബ്രാഞ്ചിലും നല്ല സ്കോപ്പുകളുണ്ട്. സോ കേരളത്തിന് പുറത്തേക്ക് നല്ല സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ദെൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ഉള്ള ഒരു സാധനമാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ 3 കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മാത്രമല്ല കേട്ടോ, മൊബൈല്, ടാബ്ലറ്റ്, ഇതെല്ലാം ഇതിന് അണ്ടറിലാണ് വരിക. ഇതിന്റെ ഹാർഡ്വെയർ സൈഡ്, കീബോർഡ്, മൗസ്, ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഈ ഹാർഡ്വെയർ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള സ്റ്റഡിയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ദെൻ IT ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആളായതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് നല്ല സ്കോപ്പുള്ളൊരു പോർഷനാണ്. ദെൻ മാനേജ്മെന്റിലെ അടുത്തൊരു കോഴ്സാണ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്. ഇത് കൊമേഴ്സ് കോഴ്സാണ്, പ്യുവർ കൊമേഴ്സ് കോഴ്സാണ്, അക്കൗണ്ടന്റിങ് കാര്യങ്ങളെല്ലാം. ദെൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പറഞ്ഞിരുന്നു, കീബോർഡ്, മൗസ്, സാധനങ്ങളൊക്കെ. ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡ്, ഒരു മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ്, ഒരു സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വിൻഡോസ്, ഉബുണ്ടു, ഇതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്. ഇപ്പൊ എല്ലാ കാര്യത്തിനും നമുക്ക് ആപ്പും എല്ലാ കാര്യത്തിനും സോഫ്റ്റ്വെയറും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആപ്പ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയാ, നമുക്ക് തന്നെ സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫ്, ഡേ ടു ഡേ ലൈഫ് സിംപ്ലിഫൈ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. സോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ മേഖലയിലുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ദെൻ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയാണ്. TV, ഫ്രിഡ്ജ് പോലെയുള്ള ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സിന്റെ സ്റ്റഡിയാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സിൽ 2 ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും, അടുത്തത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, 12ാമത്തത്. ഇത് രണ്ടിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പോർഷനും കൂടെ വരും. അതായത് നമ്മുടെ മൊബൈൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ്. ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് മൊബൈൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സാറ്റലൈറ്റ് വഴി നമ്മൾ സംസാരിക്കുന്ന കാര്യം അപ്പുറത്തൊരാൾ കേൾക്കുന്നത്, ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സൈഡിലുള്ള കാര്യങ്ങളും കൂടെ ഇതിനകത്ത് വരും. ഇലക്ട്രോണിക്സ് ഡിവൈസസും പ്ലസ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഇലക്ട്രോണിക് ഡിവൈസസിനെ കുറിച്ച് മാത്രം പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇത് രണ്ട് തന്നെയാണ്. പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷനിൽ കൂടുതലല്ലെന്ന് ചോദിച്ചാൽ കൂടുതലാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കില്ല. കമ്മ്യൂണിക്കേഷൻ ആവുന്ന സമയത്ത് കൂടുതലും ആ സൈഡിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ്, TV ബ്രോഡ്കാസ്റ്റിംഗ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്നത്. ഡിവൈസസിൽ കുറിച്ച് മാത്രം പഠിക്കുന്നതാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ദെൻ ഇതിനിടയിൽ 11ാമത്തെ ഒരു ബ്രാഞ്ച് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. നമ്മൾ നേരത്തെ സിവിൽ എഞ്ചിനീയറിംഗ് പറഞ്ഞിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് പോലെ തന്നെ ഒരു കോർ ബ്രാഞ്ച് അല്ലെങ്കിൽ മദർ ബ്രാഞ്ചാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കറണ്ടുമായി ഡീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലാണ് പഠിക്കുന്നത്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനിൽ നമുക്ക് വെളിച്ചം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകളാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ട്രിപ്പിൾ എന്ന് ഒറ്റ 3 ഷോർട്ടായിട്ട് വിളിക്കും. ഈ ട്രിപ്പിളിൽ കറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. എങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഇതിലുള്ള കാര്യങ്ങളെന്നൊക്കെ, അങ്ങനത്തെ മുഴുവൻ കാര്യങ്ങളും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പറയും. പക്ഷേ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് സിവിൽ ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ്. അതുകൊണ്ട് ഈ കോഴ്സ് വളരെ ഡിമാൻഡ് കൂടിയൊരു കോഴ്സാണ്. ഈ കോഴ്സുകൾ ഇഷ്ടംപോലെ കോളേജുകൾ അവൈലബിളും ആണ്. നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ട്രിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്. ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ്, നമുക്ക് ഒരുപാട് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ തെർമോമീറ്റർ ഉണ്ട്. നമ്മൾ വണ്ടിയുടെ സ്പീഡ് മെഷർ ചെയ്യാൻ സ്പീഡോമീറ്റർ ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിയെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഓഡോമീറ്റർ ഉണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും എഞ്ചിനീയറിംഗ് മേഖലകളിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്തെടുക്കണം. അത്തരത്തിലുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയും ആ മെഷറിംഗ് മെത്തേഡുകളെ പറ്റിയും അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ ജോലി സാധ്യത കുറച്ച് കുറവുള്ള മേഖലയാണ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്. കാരണം കേരളത്തിൽ ഇൻഡസ്ട്രീസ് ഇല്ല. ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികളിലും ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിന് കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ IT, ഇൻഫർമേഷൻ ടെക്നോളജി. ഇറ്റ്സ് കമ്പ്യൂട്ടറിലുള്ള ഒരു ബ്രാഞ്ചാണ് IT എന്ന് പറയുന്നത്. സിമിലർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പോലെ തന്നെയാണ് IT. ദ നെക്സ്റ്റ് വൺ, അടുത്തൊരു കോർ ബ്രാഞ്ചാണ് അല്ലെങ്കിൽ ബേസിക് ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. റോയൽ മെക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചാൻസ് ഒക്കെ സിനിമ കണ്ടവർ അറിയാം.
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സ്റ്റഡി ഓഫ് മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ നമ്മുടെ പെട്രോൾ എഞ്ചിൻ അതൊരു മെക്കാനിക്കൽ സാധനമാണ്. ഓട്ടോമൊബൈൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ എഞ്ചിനെ പറ്റിയും ഈ എഞ്ചിൻ്റെ കാര്യങ്ങളും, പെട്രോൾ എഞ്ചിൻ ഇല്ലാതെ ഒരു ഓട്ടോമൊബൈൽ ഇല്ല. എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇല്ലാതെ ഓട്ടോമൊബൈൽ ഇല്ല. പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇല്ലാതെ അതേപോലെ തന്നെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇല്ലാതെ ഇലക്ട്രിക്കൽ ഇല്ല. ബിക്കോസ് മെക്കാനിക്കൽ ഉണ്ടെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജനറേറ്റർ വേണം. ജനറേറ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ കൺസെപ്റ്റാണ്. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇസ് അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ബേസ് ബ്രാഞ്ച് എന്ന് പറയുന്ന സാധനമാണ് മെക്കാനിക്കൽ. മെക്കാനിക്കൽ ഇല്ലെങ്കിൽ ബാക്കി ഒരു ബ്രാഞ്ചും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്രയും കോഴ്സിന് സാധ്യത കൂടുതലുള്ളതും അത്രയും ഡിമാൻഡ് ഉള്ളതും ഏരിയയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഔട്ട്സൈഡ് കേരളത്തിനകത്ത് സാധ്യത കുറച്ച് കുറവാണ്. ഞാൻ ഈ കേരളത്തിനകത്ത് സാധ്യത കുറച്ച് കുറവാണെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ സംശയം ഉണ്ടാവും, എന്നാൽ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത് ഡിസ്കസ് ലേറ്റ്. മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഫാബ്രിക് എന്ന് പറഞ്ഞിരുന്നു. ഒരു പ്രൊഡക്ഷൻ, എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കമ്പനി, എന്ത് സാധനങ്ങളും ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആവാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയുന്നതാണ് മാനുഫാക്ചറിങ് ടെക്നോളജി. ദെൻ പോളിമർ ടെക്നോളജി എന്ന് പറയുന്നത് കെമിസ്ട്രിയിലെ ഒരു ബ്രാഞ്ചാണ്. നിങ്ങൾ കെമിസ്ട്രി പഠിച്ച സമയത്ത് കേട്ടിട്ടുണ്ടാവും പോളിമേഴ്സ്. കെമിസ്ട്രി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റൻ്റ് ആണ് പോളിമർ എന്ന് പറയുന്നത്. ആ പോളിമറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോളിമർ ടെക്നോളജി. ദെൻ പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. 3D പ്രിന്റിങ്ങിൽ ചിലപ്പോൾ വീടുകളടക്കം ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമെന്റ് അത് സാധനങ്ങളെല്ലാം കൂട്ടി ഒരു വർഷം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കമ്പ്യൂട്ടറിൽ വീട് ഡിസൈൻ ചെയ്തിട്ട് അത് 3D പ്രിന്ററിൽ, ഒരു പ്രിന്ററിൽ നമ്മൾ പേപ്പർ പ്രിന്റ് ചെയ്യുന്ന പോലെ നമുക്കൊരു വീട് പ്രിന്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേന പ്രിന്റ് ചെയ്തെടുക്കാം. ആ ടൈപ്പ് രീതിയിലേക്ക് സബ്സ്റ്റൻസുകളെ ഡയറക്റ്റ് ആയിട്ട് 3D ഒബ്ജക്റ്റുകളെ പ്രിന്റ് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ഏരിയാസ് വന്നിട്ടുണ്ട്. സോ പ്രിന്റിംഗ് ടെക്നോളജിയിലെ ഒരു എമേർജിംഗ് ബ്രാഞ്ചാണ് എമേർജിംഗ് ഏരിയ ആണ് 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. സോ നാളെ ഡിമാൻഡ് കൂടുന്ന ഒരു ഏരിയ ആണ് പ്രിന്റിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ദെൻ ടൂൾ ആൻഡ് ഡൈ എന്ന് പറയുന്നത് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്. സ്ക്രൂ ഡ്രൈവർ ഒരു ടൂളാണ്, സ്പാനർ ഒരു ടൂളാണ്. ഇങ്ങനെ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലും മെക്കാനിക്കൽ സ്ഥലങ്ങളിലും ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ്. ടൂൾ പ്രിപ്പയർ ചെയ്യുന്ന കോഴ്സാണ് ടൂൾ ആൻഡ് ഡൈ. അത് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഡൈ ചെയ്യുക എന്ന് പറയാം. ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് 3 വർഷമാണ് ഈ കോഴ്സ് എന്ന് പറഞ്ഞത്. പക്ഷെ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് മാത്രം 4 വർഷമാണ്, 3+1. ഒരു വർഷം കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരിക്കണം. ഒരു വർഷം കമ്പൽസറി ആയിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. കാരണം ഇത് പ്യുവർ പ്രാക്ടിക്കൽ ഏരിയ ആണ്, നിങ്ങൾക്ക് തിയററ്റിക്കൽ ഏരിയ അല്ല, ഇത് പ്യുവർ പ്രാക്ടിക്കൽ ഏരിയ ആണ് ടൂൾ ആൻഡ് ഡൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് 3+1 എന്ന് പറയുന്ന ഒരു സ്ട്രീമിലേക്ക് അത് വരുന്നത്. ഒരു വർഷം കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ അത് വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. പല കമ്പനികളും TVS കേട്ടിട്ടുണ്ടോ? TVS എന്ന് പറഞ്ഞ കമ്പനികൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഡൈ ഉണ്ടാക്കുന്ന കേസുകൾ. ഇതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സുരേഷ് ഗോപിയുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും. സുരേഷ് ഗോപി, NF വർഗീസ് എല്ലാം കൂടെ, ഈ സിനിമയുടെ പേര് ഞാൻ മറന്നത്, കമ്മീഷണറാണെന്ന് തോന്നുന്നു. ഒരു ഡൈക്കകത്ത് AK-47 ഒരു പാർട്ട് എടുക്കുന്നത്, അതാണ് ലെയ്ത്ത്. അവിടെ പ്രിപ്പയർ ചെയ്യുന്ന NF വർഗീസ് ഇത് മെഷീൻ ചെയ്യുന്നത്. ആ മെഷീനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ഇരുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു സ്ക്രൂ തയ്യാറാക്കി എടുക്കുന്നതും ടൂൾ ആൻഡ് ഡൈയിലൊക്കെയാണ്. അപ്പോൾ അതാണ് ടൂൾ ആൻഡ് ഡൈ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. ദെൻ ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് മീൻസ് ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് ഫാഷൻ ടെക്നോളജി അല്ല, അതിൻ്റെ എഞ്ചിനീയറിംഗ് സൈഡാണ്. നിങ്ങൾ കുറച്ച് മുമ്പ് പത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കിറ്റക്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ്, അതിൻ്റെ എഞ്ചിനീയറിംഗ് സൈഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ള സൈഡുകൾ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അതിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, അത് യൂസ് ചെയ്യുന്ന ഫാബ്രിക്കേഷൻ മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. അതേപോലെ ലാസ്റ്റ് വൺ വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി. വുഡും പേപ്പറും യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ, വുഡിൻ്റെയും പേപ്പറിൻ്റെയും അപ്ലിക്കേഷൻസ്, ഇത്തരം കാര്യങ്ങളാണ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 21 ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത്. ഈ 21 ബ്രാഞ്ചുകളിൽ ചില ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് എല്ലാ കോളേജുകളും കിട്ടിയെന്ന് വരില്ല. അതിൽ വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി എല്ലാ കോളേജുകളും ഉണ്ടാവില്ല, ടെക്സ്റ്റൈൽ ഉണ്ടാവില്ല, പ്രിന്റിംഗ് ടെക്നോളജി ഉണ്ടാവില്ല, പോളിമർ, മാനുഫാക്ചറിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ ആവശ്യമില്ലാത്ത മേഖലകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കോളേജുകൾ, ചിലപ്പോൾ 1-2 കോളേജുകൾ മാത്രമേ ഈ കോഴ്സുകൾ കിട്ടുള്ളൂ. മിക്കവാറും കോളേജിൽ കിട്ടുന്ന ഒരു കോഴ്സാണ് ഒന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ദെൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ദെൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്,
ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഇത്തരം കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കോളേജിൽ കിട്ടും. കാരണം ഇതിന് അത്രയും ജോലി സാധ്യതകളുണ്ട്, അത്രയും ഡിപ്ലോമാറ്റ്സിന് ആവശ്യമാണ്, അത്രയും ഡിപ്ലോമ ഹോൾഡേഴ്സിനെ പുറത്ത് ഇൻഡസ്ട്രിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കോളേജിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. 21 ബ്രാഞ്ചിനും അതിൻ്റെതായിട്ടുള്ള സ്കോപ്പുകളുണ്ട്. ചില ബ്രാഞ്ചുകൾ ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിന് പുറത്തേക്ക് സ്കോപ്പ് ഇല്ല എന്നുള്ളത്, സോറി കേരളത്തിനകത്ത് സ്കോപ്പ് ഇല്ല എന്ന് പറയുന്നത്. ആ പറഞ്ഞ മേഖല ഇൻഡസ്ട്രിയൽ മേഖലയാണ്. ഒരു കമ്പനി നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു കേരളത്തിനകത്ത് നിങ്ങൾ കമ്പനി എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് കമ്പനികളേ ഉള്ളൂ. കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മിക്കവാറും കമ്പനികൾ കേരളത്തിന് പുറത്താണുള്ളത്. കാരണം കേരളത്തിന് അത്രയും സ്ഥലം അവിടെയും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് പല ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് പക്ഷെ കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കർണാടക, മഹാരാഷ്ട്ര, ഈ നമ്മുടെ പൂനെ സിറ്റി, അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുണ്ട്. ആ കമ്പനികൾക്കൊക്കെ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ കമ്പനികൾക്കൊക്കെ ഈ ഡിപ്ലോമ ഹോൾഡേഴ്സിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇൻഡസ്ട്രിയൽ മേഖല മാത്രമാണ് കേരളത്തിനകത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. കേരളത്തിനകത്തുള്ള ജോലി സാധ്യതകളും എല്ലാ കോഴ്സിനും ഉണ്ട്, അത് നമുക്ക് പറയാം. ഇപ്പം ഇത്രയാണ് ഇതിനകത്തുള്ള ബ്രാഞ്ചുകൾ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ഈ ബ്രാഞ്ചുകളിൽ നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു ഓരോ ബ്രാഞ്ചിലും എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ള അതാത് ബ്രാഞ്ചിനനുസരിച്ച് പഠിച്ചു. ഇനി എന്തൊക്കെ സബ്ജക്റ്റ് ആണെന്നുള്ളത്, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് +2 പഠിച്ച ഫിസിക്സും, +2 പഠിച്ച കെമിസ്ട്രിയും, +2 പഠിച്ച മാത്സും, +2 പഠിച്ച ഇംഗ്ലീഷും ഒന്നുകൂടെ പഠിക്കും. നിങ്ങൾ അവിടെ പഠിച്ച അതേ സാധനം തന്നെ കുറച്ചൊന്ന് മാറിയിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ചില സാധനങ്ങൾ കൂടുതലായിട്ട് ചിലത് ആഡ് ചെയ്യും, ചില സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ആഡ് ചെയ്യും, പഠിപ്പിക്കുന്നതാണ് ഫസ്റ്റ് ഇയറിൽ. ഫസ്റ്റ് ഇയറിൽ ഈ 4 സബ്ജക്റ്റാണ് മെയിൻ ആയിട്ടുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്. അതുകൊണ്ടാണ് ലാറ്ററൽ എൻട്രി പോർഷനിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലാറ്ററൽ എൻട്രി വഴിയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ കയറാനുള്ള റീസൺ. ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഇംഗ്ലീഷും മാത്രമാണ്. മാത്രമല്ല ഒരു സബ്ജക്ട് എക്സ്ട്രാ ഉണ്ട്, ഗ്രാഫിക്സ് എന്ന് പറയും, ഡ്രോയിങ് സബ്ജക്ട്. ദെൻ സെക്കൻഡ് ഇയർ മുതലാണ് നിങ്ങൾ ഏതാണോ ബ്രാഞ്ച് എടുത്തത് ആ ബ്രാഞ്ചിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കും. അതിൽ 8 പേപ്പറുകൾ ഉണ്ടാവും ഒരു സെമസ്റ്ററിനകത്ത്, 5 തിയറി പേപ്പറും 3 പ്രാക്ടിക്കൽ പേപ്പറും. നിങ്ങളിപ്പോൾ ഇലക്ട്രിക്കലാണ് പഠിക്കുന്നതെങ്കിൽ ഇലക്ട്രിക്കലിനകത്ത് 5 തിയറി പേപ്പർ, 5 തിയറി പേപ്പറിൽ ഒരു പേപ്പർ എങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു പേപ്പർ എങ്ങനെ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഒരു പേപ്പർ അതെങ്ങനെ മെഷർ ചെയ്യുന്നു, അങ്ങനെ പോലെയുള്ള ഒരു പേപ്പർ എങ്ങനെ മെഷീൻസ് എങ്ങനെ യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള 5 തിയറി പേപ്പറുകൾ ഉണ്ടാവും. അതേപോലെ 3 പ്രാക്ടിക്കൽ പേപ്പർ ഉണ്ടാവും. ഇതാണ് ബിടെക്കിനെയും ഡിപ്ലോമയും ഡിഫറൻസ് ചെയ്യുന്നത്. ബിടെക്കിനകത്ത് 6+2 ആണ്, 6 തിയറിയും 2 പ്രാക്ടിക്കലും ആണ്. ഇവിടെ പ്രാക്ടിക്കലിനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ഡിപ്ലോമ കോഴ്സ് വേറെ തന്നെ നിൽക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഫീൽഡിലും പ്രാക്ടിക്കൽ സൈഡിലും ഡിമാൻഡ് കൂടാനുള്ള കാരണം. 3ാമത്തെ വർഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 5+3 തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന ബ്രാഞ്ചിന്റെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യണം. അതേപോലെ ഒരു സെമിനാർ, എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ ഒരു ക്ലാസ് എടുക്കണം. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് 15 ദിവസം അല്ലെങ്കിൽ മിനിമം ഒരാഴ്ച എങ്കിലും നിങ്ങൾ പഠിക്കുന്ന മേഖലയിലെ ഒരു കമ്പനിയിൽ നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്തിരിക്കണം. ഇത്രയാണ് 3ാമത്തെ വർഷത്തിൽ പഠിക്കാനുള്ളത്. ഇത്രയാണ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറിലും നമുക്ക് വരുന്ന സിലബസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ഡിപ്ലോമ? വൈ? ഒന്നാമത്തെ കാര്യം, ഇത് എഞ്ചിനീയറിംഗിലെ ബേസിക്സ് ആണ്. ബിടെക്കിലെ എഞ്ചിനീയറിംഗിലെ ബേസിക്സ് അല്ല നിങ്ങൾ പഠിക്കുന്നത്, ഹയർ ലെവലാണ് പഠിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞിരുന്നു, അഡ്മിനിസ്ട്രേഷൻ ലെവലുള്ള കാര്യങ്ങളാണ് ബിടെക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിടെക്കിനേക്കാളും ഡിമാൻഡ് ഡിപ്ലോമയ്ക്കുണ്ട്. നിങ്ങളൊരു എന്താ പറയുക, ഒരു ക്ലാസിഫൈഡ്സ് എടുത്ത് നോക്കുക, ഒരു ജോബിന്റെ അഡ്വർടൈസ്മെന്റ്സ് എടുത്ത് നോക്കുക. ഒരു എക്സാമ്പിൾ, നിങ്ങളെ തൊഴിൽ വാർത്ത, തൊഴിൽ വിധി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏതൊക്കെ കമ്പനികളിൽ എവിടെയൊക്കെ ഒഴിവുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉള്ള പേപ്പറുകളാണ് തൊഴിൽ വാർത്തയും തൊഴിൽ വിധിയൊക്കെ. അപ്പൊ ഇതിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് ഒരു 10 ഡിപ്ലോമ വേക്കൻസിയെങ്കിലും കാണാൻ പറ്റും, മിനിമം ഏത് ക്ലാസിഫൈഡ്സ് എടുത്താലും. ബട്ട് ബിടെക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ കുറവായിരിക്കും, ചിലപ്പോൾ 1-2 ഉണ്ടാവുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. ഒന്നുകിൽ എക്സ്പീരിയൻസ് വേണം, അതല്ലെങ്കിൽ ഗേറ്റ് സ്കോർ വേണം, അങ്ങനെ പോലെയുള്ള പല കാര്യങ്ങളും ബിടെക്കിനുണ്ട്. ബട്ട് ഡിപ്ലോമയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഡിപ്ലോമയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബിൽ എൻ്റർ ചെയ്യാം. ഉണ്ട്, ചില കമ്പനികളുണ്ട്, ഇല്ല എന്നല്ല, ഡയറക്റ്റ് എൻ്റർ ചെയ്യാം. പക്ഷെ ഒരുപാട് ചാൻസുകളും കൂടുതലാണ്. അതുകൊണ്ടാണ് ജോബ് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടാനുള്ള റീസൺ. ഒന്നാമത് ബേസിക്സ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്, രണ്ടാമത് സൂപ്പർവൈസർ ലെവലിലാണ്. ഒരു ബിടെക്കാരൻ അറിയുന്നതിനേക്കാളും കൂടുതൽ ബേസിക് നോളജ് അറിയാവുന്ന ആളാണ് ഡിപ്ലോമക്കാരന്, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിനനുസരിച്ച് ഡിപ്ലോമയാണ് ബിടെക്കിനാൽ ബെറ്റർ എന്നല്ല. ബിടെക് എന്ന് പറയുന്നത് ഹയർ അഡ്വാൻസ് ലെവലിലാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അത് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അത്രയും ആവശ്യമുള്ളതുകൊണ്ടാണ്. ദെൻ ഇൻ കമ്പയർ ടു ബിടെക്, ഇറ്റ്സ് എ സ്കിൽ ബേസ്ഡ് സിലബസ്. അതൊരു സ്കില്ലാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ബിടെക്കിനകത്ത് തിയറിയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്.
ഒരു എക്സാമ്പിൾ, ഈ പേന, ഞാനിപ്പോൾ ഈ ബോർഡിൽ എഴുതുന്ന ഈ പേന കൊണ്ട് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ പേന എഴുതാൻ പറ്റും എന്ന് പഠിപ്പിക്കുന്നതാണ് ബിടെക്. അതിനുകൊണ്ട് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഡിപ്ലോമ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ട് എഴുതാൻ പറ്റും എന്ന് ബിടെക്കാരനോട് പഠിപ്പിക്കും, പക്ഷെ ആൾക്ക് അത് അങ്ങനെ എഴുതുന്നു, ഇതിന്റെ ടെക്നോളജി എന്താണ് എന്നൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ ഈ സ്ക്രീനകത്ത് എങ്ങനെ എഴുതുന്നുള്ളൂ, ബട്ട് ഡിപ്ലോമക്കാരന് ടെക്നോളജി അറിയാം. സോ അതിനെ റിപ്പയർ ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനും ഒരു ബിടെക്കാരനേക്കാൾ കൂടുതൽ ഡിപ്ലോമക്കാരന് പറ്റും. അത് യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ ലെവൽ. സോ ഇറ്റ്സ് എ സ്കിൽ ബേസ്ഡ് സിലബസ്. അപ്പോൾ നിങ്ങൾ ഒരു സാധനം കേട്ടിട്ടുണ്ടാവും, സ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സ്കീം കേട്ടിട്ടുണ്ടാവും സെൻട്രൽ ഗവൺമെന്റിന്റെ. ഈ സ്കിൽ ഇന്ത്യ പ്രകാരം നിങ്ങൾക്കൊരു സ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പല കമ്പനികൾക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന സ്കിൽ സർട്ടിഫിക്കറ്റ്, സ്കിൽ ഇന്ത്യ, ഇറ്റ്സ് സ്കിൽ ബേസ്ഡ് കോഴ്സ്. അപ്പോൾ അതൊരു സ്കിൽ കോഴ്സ് അല്ലെങ്കിൽ സ്കിൽ ഇന്ത്യന്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ബിടെക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സിലബസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഇൻഡെപ്ത് പഠിക്കുന്നത് മാത്രം ഡിപ്ലോമ പഠിക്കാൻ കുറച്ച് എളുപ്പമാണ്. ഒരു ബേസിക്കൽ കാര്യം പറഞ്ഞതോളൂ. പക്ഷേ ഡിപ്ലോമ പഠിക്കുന്നതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിടെക്കാരന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ജോലി സാധ്യത ഒരു ഡിപ്ലോമക്കാരനുണ്ട്. ഒരു 10 പേര് ഡിപ്ലോമയും 10 പേര് ബിടെക് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ സാധ്യത 10 പേർക്കാണ്, ഈ ഡിപ്ലോമ കഴിഞ്ഞ 10 പേർക്കാണ് ജോലി കിട്ടാൻ എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. ദെൻ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഡിപ്ലോമ കഴിഞ്ഞിട്ട് 2 മേഖലകളിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഒന്നെങ്കിലും നിങ്ങൾക്ക് ജോബ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ്. ഈ 2 രീതിയിൽ പോകാം. ഞാൻ ആദ്യം നമുക്ക് ജോബ് പറയാം. ജോബ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് നിങ്ങൾക്ക് ജോബ് കിട്ടുക. ഒന്ന് ഗവൺമെന്റ് സെക്ടർ, ഗവൺമെന്റ് ജോലികൾ. നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് നിന്ന് കേരള PSC നടത്തുന്ന എക്സാമുകളുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന സെൻട്രൽ സർവീസുകൾ. ഈ 2 രീതിയിൽ ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ദെൻ പ്രൈവറ്റ് സെക്ടറിനകത്ത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്കകത്തും ഇന്ത്യൻ്റെ പുറത്തും പ്രൈവറ്റ് സെക്ടറുകൾ. ഇതിൽ കേരളത്തിനകത്തുള്ള പ്രൈവറ്റ് സെക്ടറുകൾ കുറച്ച് കുറവാണെന്ന് മാത്രം. പക്ഷേ ചില ബ്രാഞ്ചുകൾക്ക് മാത്രം, മെക്കാനിക്കൽ പോലെയുള്ള ബ്രാഞ്ചുകൾക്ക് മാത്രമാണ് കേരളത്തിനകത്ത് മെക്കാനിക്കലി, കെമിക്കലി, പ്രിന്റിംഗ് ടെക്നോളജി, 3D പ്രിന്റിംഗ് ഒന്നും കേരളത്തിൽ ചെറിയ ചെറിയ പ്രൊഡക്ട്സ് ഒക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അത്തരം ബ്രാഞ്ചുകൾക്കൊക്കെ കേരളത്തിനകത്ത് ഒരു പ്രൈവറ്റ് ഫീൽഡ് നമുക്ക് ജോലി കുറവാണ്. പക്ഷേ ഈ ബ്രാഞ്ചുകൾക്ക് ഗവൺമെന്റ് സെക്ടറിൽ നല്ല ഡിമാൻഡാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും സിവിൽ എഞ്ചിനീയറിംഗിനും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനും കെമിക്കൽ എഞ്ചിനീയറിംഗിനും ഒക്കെ ഗവൺമെന്റ് സെക്ടറിൽ ഭയങ്കര ഡിമാൻഡാണ്. കാരണം ഗവൺമെന്റ് സെക്ടറിലേക്ക് കേരള PSC സെക്ടറിലൊക്കെ വളരെ എക്സാം എഴുതാൻ ആളുകൾ വളരെ കുറവായിരിക്കും. സോ ഗവൺമെന്റ് സെക്ടറിൽ ജോലി കിട്ടാൻ സാധ്യത കൂടുതലുള്ള ബ്രാഞ്ചുകളാണ് അതൊക്കെ. പക്ഷേ ഗവൺമെന്റ് സെക്ടറിൽ നമുക്ക് ഇത് കഴിഞ്ഞ വേറൊരു കടമ്പയും കൂടി ഉണ്ട്. PSC എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കണം എന്ന് മാത്രം. പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി എന്ന് മാത്രം. ദെൻ 2 സെക്ടറിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട്. ഒന്ന് ഗവൺമെന്റ് സെക്ടറും രണ്ടാമത്തത് പ്രൈവറ്റ് സെക്ടറും. ഈ ഗവൺമെന്റ് സെക്ടറിലെയും പ്രൈവറ്റ് സെക്ടറിലെയും കമ്പനികൾ നമുക്ക് അടുത്ത് പറയാം. ദെൻ ഇതാണ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കമ്പനികൾ. ഒന്നാമത്തത് സെൻട്രൽ സെക്ടർ പറയുന്നത്. ഒന്ന് ഡിഫൻസ് സർവീസ്, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്. ഒരു ഡിപ്ലോമക്കാരന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ജോബാണ് ഇന്ത്യൻ ഡിഫൻസ് കിട്ടുന്നത്. കാരണം നിങ്ങൾക്ക് ലഫ്റ്റനന്റ് പദവിയിലേക്കോ അല്ലെങ്കിൽ മിനിമം സുബേദാറിന് മേലെയുള്ള പദവികളിലേക്കായിരിക്കും അപ്പോയിൻമെന്റ് വരിക. പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് തോക്ക് പിടിച്ച് നിൽക്കുന്ന സോൾജേഴ്സ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇന്ത്യൻ ഡിഫൻസ് സർവീസ് എന്ന് പറയുന്നത്. ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും അവർക്ക് വേണ്ട എഞ്ചിനീയേഴ്സിനെ അവർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ അവർ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അവർക്ക് വേണ്ട സ്റ്റുഡൻസിനെ അവർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജോബാണ് ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറയുന്നത്. ലൈഫ് അങ്ങ് സെറ്റിൽ ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബെനിഫിറ്റ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. നല്ല സാലറി, അതിന് പുറമെ നല്ല അലവൻസുകൾ, നല്ല ഫെസിലിറ്റികൾ, എല്ലാ ഫെസിലിറ്റിയും. നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവർ ദത്തെടുക്കും. ഇന്ത്യൻ ഡിഫൻസ് സർവീസ് എന്ന് പറഞ്ഞാൽ അവർ ദത്തെടുക്കും. ഈ ഡിഫൻസ് സർവീസിലെ എല്ലാ വർഷവും ഈ ഡിപ്ലോമ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. ഇത് അധികം ആരും എത്തിപ്പെടാത്തൊരു മേഖലയാണ്. കാരണം നമ്മൾ ഇന്ത്യൻ ആർമി എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം അറിയാവുന്നൊരു സാധനം സോൾജേഴ്സ് ആണ്. പട്ടാളക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്കും പിടിച്ച് അതിർത്തി കാക്കുന്ന ഒരാൾ എന്നാണ്. പക്ഷെ അതല്ല. ഇന്ത്യൻ ആർമിക്കകത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഇന്ത്യൻ ആർമിക്കകത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യൻ ആർമിക്ക് വേണ്ട ഈ എയർക്രാഫ്റ്റ് ആയാലും ടാങ്ക് ആയാലും ടാങ്കർ ആയാലും മിസൈൽസ് ആയാലും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അവർ തന്നെയാണ്. സോ അവർക്ക് അവരുടേതായിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ വേണം. അവരിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആളാണ് DRDO. ഡിഫൻസിന്റെ മിസൈൽസ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു ഏജൻസിയാണ് DRDO എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പല സ്ഥലത്തും അവർക്ക് ഫാക്ടറികളുണ്ട്.
ഇന്ത്യയിലെ പല സ്ഥലത്തും അവർക്ക് റിസർച്ച് ഏരിയകളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിന് തൊട്ട് മുമ്പേ ഞാനൊന്ന് വായിച്ചിട്ടുള്ളൂ, DRDO ഇപ്പോൾ അപ്രന്റീസിനെ വിളിച്ചിട്ടുണ്ട് 38 പേരെ. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇപ്പം ഇതിൽ പറഞ്ഞ ഇത്രയും ആളുകൾക്ക് ഇപ്പം ഞാൻ ആ നോട്ടിഫിക്കേഷൻ വായിച്ചതേ ഉള്ളൂ. സോ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് സെറ്റിൽ ആവും നമ്മൾ ഡിഫൻസ് സർവീസിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഫൻസ് സർവീസിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയയാണ്. ദെൻ രണ്ടാമത്തത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജോബ് കൊടുക്കുന്ന റെയിൽവേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ് റെയിൽവേ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എല്ലായിടത്തും ഉള്ളതാണ്. ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കം, 99% സ്ഥലത്തും റെയിൽവേ ഉണ്ട്. റെയിൽവേക്കകത്ത് 2 മെയിൻ പോസ്റ്റുകളാണ് ഡിപ്ലോമക്കാർക്കുള്ളത്. ഒന്ന്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. 2, ജൂനിയർ എഞ്ചിനീയർ. ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ റെയിൽവേയിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇറ്റ്സ് ലോക്കോ പൈലറ്റ്. ലോക്കോ പൈലറ്റ് തന്നെയാണ്. ഇനീഷ്യലി നമുക്ക് പോസ്റ്റിംഗ് കിട്ടിയ അസിസ്റ്റന്റ് ആയിട്ടാണ്. ബൈ ട്രാൻസ്ഫർ മെയിൻ പൈലറ്റ് ആവും. 2 പേരുണ്ടാവും ലോക്കോ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഒരാളാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. ഹീസ് അസിസ്റ്റ് ദ മെയിൻ പൈലറ്റ്. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള, ഇന്ത്യയിലെ റെയിൽവേയിലെ ഏറ്റവും ഗ്ലാമർ പോസ്റ്റാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നാണ്. ലോക്കോ പൈലറ്റ്മാരില്ലാതെ റെയിൽവേ ഓടില്ല. രണ്ടാമത്തത്, ഇറ്റ്സ് ഡ്യൂട്ടീസ് ഡ്രൈവ് ദ ട്രെയിൻ. ദെൻ ജൂനിയർ എഞ്ചിനീയർ. ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ട്രെയിനിൻ്റെ എഞ്ചിന്, ട്രെയിനിൻ്റെ കമ്പാർട്ട്മെന്റ്സ്, ട്രാക്ക്, ലൈന്, ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നതും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഈ ജൂനിയർ എഞ്ചിനീയർ ആണ്. 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ ഇത് രണ്ടിനും നോട്ടിഫിക്കേഷൻ വരും. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനും ജൂനിയർ എഞ്ചിനീയേഴ്സിനും 2 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ഇന്ത്യയിൽ മാത്രം 13 ലക്ഷം ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് റെയിൽവേ. ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ എന്ന് പറയുന്നത്. റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്യുന്നത് എഞ്ചിനീയേഴ്സിനെയാണ്. ദെൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് റെയിൽവേയും ഡിഫൻസും ഒഴിച്ച് ഏതൊക്കെ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുണ്ടോ, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളുടെ പേര് ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ, പോസ്റ്റ് പറയാൻ പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കഴിഞ്ഞാൽ തീരില്ല. അത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ബെല്ല്, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ്, ടെൽക്ക്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ്, ഇങ്ങനെ പോയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുണ്ട്. ഈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും വർഷാവർഷം എക്സാം നടത്തിയിട്ട് വർഷാവർഷം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ്, അല്ലെങ്കിൽ നമ്മുടെ PSC കേട്ടിട്ടുണ്ടാവും. PSC പോലുള്ള ഏജൻസിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. എല്ലാ വർഷവും മിനിമം ഒരു 3000 പേർക്ക് ഇത് ജോലി കൊടുക്കും. മിനിമം, അറ്റ് എ മിനിമം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് 3ഉം സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റിൽ വരുന്ന ഗവൺമെന്റ് സെക്ടറിലുള്ള ജോബുകൾ. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരിക. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് സർവീസുകളിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിലേക്ക് പോസ്റ്റിംഗ് ചെയ്യുന്ന ആളാണ് കേരള PSC എന്ന് പറയുന്നത്. കേരള PSC ഒരു കമ്പനിയിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ എക്സാം നടത്തി റിക്രൂട്ട്മെന്റ് നടത്തും. ഗവൺമെന്റ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ കേരള PSC എഴുതി കിട്ടുന്നത് നിർബന്ധമാണ്. അതിൽ വരുന്ന 2 പ്രധാനപ്പെട്ട കമ്പനികൾ, ഒന്ന് KSCB, കമ്പനി എല്ലാ പ്രധാനപ്പെട്ട ഏജൻസികൾ, ഒന്ന് KSCB. KSCB നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിയാവുന്നൊരു സാധനമാണ്. KSCBയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയേഴ്സ്, ഇത്രയും ആളുകളെ KSCB റിക്രൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ ഏറ്റവും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞപ്പോൾ ഡിഫൻസും റെയിൽവേയും പറഞ്ഞ പോലെ കേരളത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് KSCB എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത്, ഇത്രയും ഞാൻ പറഞ്ഞ ബ്രാഞ്ചുകൾ ഓർമ്മയുണ്ടല്ലോ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, ഇത്രയും പോസ്റ്റിംഗ് KSCB നടത്തുന്നുണ്ട്. അതേപോലെ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള അടുത്ത പോസ്റ്റാണ് MVD. ഇന്നൊക്കെ വളരെ എന്താ പറയുക, ചർച്ചയായ ഒരു മേഖലയാണ് MVD എന്ന് പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഗ്ലാമറസ് പോസ്റ്റാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ്ലി ഫോർ ഓട്ടോമൊബൈൽസ്. ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് മാത്രമുള്ള ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ആളുകൾ. ഇനിയിപ്പോൾ നിങ്ങൾ കേരളത്തിൽ വേറെ ഏതെങ്കിലും സാധനങ്ങൾ എടുത്തു നോക്കുക, നമ്മുടെ കോഴിക്കോട് മിൽമ, അതുപോലെ തന്നെ PWDയിൽ സിവിൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് സ്ഥിരമായിട്ട് ആവശ്യമുള്ളതാണ്. ഹാർബർ, അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഡിഫൻസ് പറഞ്ഞ പോലെ തന്നെയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് പോലീസിന് ഒരു സൈബർ സെക്യൂരിറ്റി മേഖലയുണ്ട്, സൈബർ സിസ്റ്റം, അതേപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വാക്കി ടോക്കി. ഈ സിസ്റ്റമാണ് കേരളത്തിലെ പോലീസുകാർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൈബർ മേഖലകൾ
ഇതിലെല്ലാം കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കേരള പോലീസ് എന്ന് പറയുന്നത് യൂണിഫോം ഇട്ട പോലീസുകാരെ മാത്രമല്ല, അതിനകത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കേരള പോലീസിന്. കേരള പോലീസിന് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇലക്ട്രോണിക്സുകാരനെ വേണം, ഇലക്ട്രിക്കലുകാരനെ വേണം, കമ്പ്യൂട്ടർ സയൻസുകാരനെ വേണം. ഈ 3 ബ്രാഞ്ചിലുള്ള ആളുകളെ അവിടെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥാപനം എടുത്ത് നോക്കിയാലും എഞ്ചിനീയേഴ്സ് ഇല്ലാതെ സ്ഥാപനം ഓടില്ല എന്തായാലും. അപ്പോൾ എഞ്ചിനീയേഴ്സ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റ് സെക്ടറിൽ ഒരുപാട് കമ്പനികൾ അല്ല ഒരുപാട് ഗവൺമെന്റ് ഓർഗനൈസേഷനുകളുണ്ട്. ഇതിൽ കൂടുതൽ പ്രധാനപ്പെട്ട ഒന്നാണ് PWD. PWD ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയേഴ്സിനെയാണ്. കേരള PSC ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് സിവിലാണ്. സിവിൽ എഞ്ചിനീയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ കേരള PSC റിക്രൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ. ബാക്കി പറഞ്ഞ ചില ബ്രാഞ്ചുകളുണ്ട്. ഞാൻ പറഞ്ഞു ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്. ഇതിനൊക്കെ കേരള PSC ചിലപ്പോൾ ഒരു 5 വർഷം 10 വർഷങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും ഒരു എക്സാം നടത്തുക. പക്ഷെ ഇതിന്റെ വാക്കൻസികളും വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, അത്തരം ആവശ്യക്കാർ വളരെ കുറവാണ്. സോ അത്തരം കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് ആ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എയിം ഉണ്ടെങ്കിൽ, ഞാൻ ഈ കോഴ്സ് ഒന്നും മോശമെന്ന് ഞാൻ പറയുന്നതല്ല, ആ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഒരു പോളിടെക്നിക് കോളേജിൽ ലെക്ചർ ആയിരുന്നു, 4 വർഷം കോളേജ് ലെക്ചർ ആയിരുന്നു. അപ്പോൾ ഈ കോളേജ് ലെക്ചർ ആയിരുന്ന സമയത്ത് എൻ്റെ ബ്രാഞ്ചിൽ, ഞാൻ ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ് കഴിഞ്ഞത്, ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൽ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. അവൻ്റെ ആഗ്രഹം എന്ത് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്തിന് ഇലക്ട്രിക്കൽ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആവാൻ വേണ്ടി മാത്രമാണ് അവൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തത്. ഒരിക്കൽ എന്നോട് സംസാരിച്ചാണ്, ലോക്കോ പൈലറ്റ് ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇലക്ട്രിക്കൽ എടുത്തത്. അതേപോലെ നിങ്ങൾക്ക് ആ കോഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ, ആർക്കിടെക്ചർ എടുക്കുമ്പോൾ, എനിക്കൊരു സ്വന്തമായിട്ടൊരു ആർക്കിടെക്ചർ ഡിസൈൻ ഫേം സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ ആർക്കിടെക്ചർ എടുക്കുന്നത്. ദർ ഇസ് എ സ്പെസിഫിക് റീസൺ. ആ സ്പെസിഫിക് റീസൺ നിങ്ങൾക്ക് ആ കോഴ്സുകൾ എടുക്കുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. ഇത് എൻ്റെ ഒപ്പീനിയനാണ്, പേഴ്സണൽ ഒപ്പീനിയനാണ്, ചൂസ് ചെയ്യുക. ബട്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഡിപ്ലോമ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇത് യൂസ് ചെയ്യാം എന്ന് മാത്രം. ബട്ട് കുറച്ച് സാധ്യത കുറവാണെന്നുള്ള ഒരു സൂചന മാത്രം ഞാൻ തന്നു എന്ന് മാത്രം. ദെൻ അതാണ് നമ്മുടെ ഏജൻസികൾ. ഇപ്പോൾ ഇതാണ് ഗവൺമെന്റ് സെക്ടറിൽ ഞാൻ പറഞ്ഞു. ഇനി പ്രൈവറ്റ് സെക്ടറിന്റെ കാര്യം കൂടെ പറയാം. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലെ ടൊയോട്ട, ബെൻസ് അതുപോലെയുള്ള കാർ കമ്പനികളിൽ ആളുകൾ. കമ്പ്യൂട്ടർ സെക്ടറിലാണെങ്കിൽ IT കമ്പനികൾ, വിപ്രോ, അതുപോലെ IBM പോലെയുള്ള കമ്പനി. ഇതെല്ലാം നിങ്ങൾക്ക് വിപ്രോ, IBM എന്നൊക്കെ പറയുന്നത് വലിയ വലിയ കമ്പനികളല്ല, അവിടെയൊക്കെ ചാൻസ് ഉണ്ടോയെന്നായിരിക്കും. ഈവൻ വിപ്രോ, IBM ഒക്കെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിനേക്കാളും, അല്ലെങ്കിൽ അവർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിന് പോലെ ഡിപ്ലോമ പോളിടെക്നിക് കോളേജുകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും സ്കോപ്പ് ഡിപ്ലോമക്കാർക്ക് ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ദെൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ ഫേമുകൾ, നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് ഒരു കൺസ്ട്രക്ഷൻ ഫേമാണ്, സ്കൈലൈൻ, അങ്ങനെ പോലെയുള്ള പല കൺസ്ട്രക്ഷൻ ഫേമുകളും ഈ സിവിൽ എഞ്ചിനീയേഴ്സിനെ എടുക്കുന്നുണ്ട്, ആർക്കിടെക്ചർ എഞ്ചിനീയേഴ്സിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് മേഖലയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രൈവറ്റ് സെക്ടറിന്റെ പേരും ഒരുപാട് യുറേക്ക ഫോബ്സ്, ഇത് റിലയൻസ് പറയാൻ വേണ്ടിയിട്ട് മൈജി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഷോപ്പാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മൊബൈൽ സെയിൽ ചെയ്യുന്നത് മൈജിയാണ്. മൈജി റെഗുലർ ആയിട്ട് കേരളത്തിലെ 1-2 പോളിടെക്നിക് കോളേജുകളിൽ നിന്ന് പ്ലേസ്മെന്റ് ചെയ്യാറുണ്ട്. റെഗുലറായിട്ട് പ്ലേസ്മെന്റ് ചെയ്യുന്ന കമ്പനിയാണ് മൈജിക്കകത്ത് മൊബൈൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ വേണം, അവിടുത്തെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ വേണം, നിർബന്ധമാണ് മൈജിക്ക്. അത് മാത്രമല്ല, മൈജിക്ക് ഡിപ്ലോമ എഞ്ചിനീയേഴ്സിന് അവർക്ക് എക്സിക്യൂട്ടീവ്സ് ആയിട്ടും നിർബന്ധമാണ്. ദെൻ ഹുണ്ടായി കാർ കമ്പനിയാണ്, ബജാജ് കാറിന്റെ റിപ്പയറിംഗ് കമ്പനിയാണ്. ഇവർക്ക് എല്ലാവരും വേണം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരു ബെൻസിന്റെ ഒരു കാർ എടുക്കുക, ബെൻസ് വേണമെന്നില്ല, ഒരു നോർമൽ കാർ എടുക്കുക, പോട്ടെ ബെൻസിന്റെ എടുക്കട്ടെ, ബെൻസിന്റെ ഒരു കാർ എടുക്കുക. കുറച്ചു കാലം മുമ്പ് ബെൻസിന്റെ കാറിൽ മെക്കാനിക്കൽ പ്ലസ് ഓട്ടോമൊബൈൽ കൺസെപ്റ്റുകൾ മാത്രമായിരുന്നു. ഈ 2 പേർക്ക് മാത്രമായിരുന്നു ബെൻസിൽ ജോലി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ അവിടെ മെക്കാനിക്കൽ ഓട്ടോമൊബൈലും മാത്രം പോരാ, അതിനകത്തൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ വേണം. കാരണം ബെൻസിനകത്ത് 10,000-കണക്കിന് സെൻസറുകളാണ് വർക്ക് ചെയ്യുന്നത്. ഈ 10,000-കണക്കിന് സെൻസറുകളെ ഒരു ക്ലബ്ബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ വേണം. സോ ജോലി സാധ്യത കൂടി വരികയാണ് എഞ്ചിനീയറിംഗിന്. ഇത് ബെൻസിന്റെ അഡ്വാൻസ് ഏരിയയിലേക്ക് ബെൻസ് വരുന്നതിനനുസരിച്ച് ഓട്ടോമൊബൈൽ മാത്രം ജോലി കൊടുത്ത ഒരാൾക്കല്ല, മെക്കാനിക്കലർക്ക് മാത്രം ജോലി കൊടുത്തൊരു കമ്പനി ഇപ്പൊ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും കമ്പ്യൂട്ടറും പഠിച്ച ഒരാൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ഓപ്പർച്യൂണിറ്റീസ് എന്നതാണ്. ദെൻ അടുത്ത ഒരു മേഖല നമ്മൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ, നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ ഡിപ്ലോമയുടെ തൊട്ട് മുകളിലുള്ള ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് ബിടെക് ആണ്. ബിടെക് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ബ്രാഞ്ചിൽ, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ബിടെക് ചെയ്യാം, ആർക്കിടെക്ചർ ആണ് കഴിഞ്ഞെങ്കിൽ BArch ചെയ്യാം. അതേപോലെ കറസ്പോണ്ടിങ് ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ബിടെക് ചെയ്യാം. 4 വർഷത്തെ കോഴ്സാണ് ബിടെക്. പക്ഷേ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി മുഖേന 3 വർഷം കൊണ്ട് ആ ബിടെക് കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 3 വർഷത്തിനുള്ളിൽ
നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാം. ഇപ്പോൾ നമ്മൾ ഡിപ്ലോമ +2 കഴിഞ്ഞവർക്ക് ഡയറക്റ്റ് കയറുന്ന പറഞ്ഞ പോലെ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാം. ദെൻ അതിന് പുറമെ നമ്മൾ ഒരു സ്കിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞിരുന്നു. ഈ സ്കിൽ പ്രോഗ്രാമിൽ കേരള ഡിപ്ലോമ കോഴ്സ് തരുന്നതിന് പുറമെ കുറച്ച് കോഴ്സുകൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇതിന് ചെയ്യാം. അത് നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞിട്ടും ചെയ്യാം, കോഴ്സിന് കൂടെയും ചെയ്യാം. അത് നിങ്ങൾക്ക് ജോലി കിട്ടാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും. അതിൽ ഒന്നാമത്തതാണ് NSTI, നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്ഥാപനമാണ് NSTI എന്ന് പറയുന്നത്. ഡിപ്ലോമ ITI കഴിഞ്ഞ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമാണ്. NPTEL ഓൺലൈൻ ട്രെയിനിങ് ആണ്. CAD, MEP പോലെയുള്ള സാധനം. ഇതൊക്കെ അഡ്വാൻസ് ലെവലാണ്. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏരിയയും കൂടി ഉണ്ട് അഡീഷണൽ കോഴ്സ് കഴിയാം. ഈ MEP CADന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഗൾഫ് കൺട്രീസിലാണ്. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലുലു മാൾ പോയിട്ടുണ്ടാവും എറണാകുളത്ത്. ലുലു മാൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്വിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് ഫോക്കസ് മാളൊക്കെ പിന്നെയുണ്ട്. പുതുതായിട്ട് വന്ന മാളുകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊന്നും സ്വിച്ചുകളില്ല. കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആണ് ആ മാൾ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ലുലു മാൾ തന്നെ. എറണാകുളത്ത് ലുലു മാൾ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആണ്. ഇറ്റ്സ് എ മിറാക്കിൾ ഓഫ് എഞ്ചിനീയറിംഗ്, അല്ലെ എഞ്ചിനീയറിംഗിന്റെ ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അത് യൂസ് ചെയ്യുന്നത് CAD, MEP പോലെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതേപോലെ ഗൾഫ് കൺട്രീസിലുള്ള പല ബിൽഡിങ്സും പല സാധനങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ MEP CAD പോലെയാണ്. വളരെ ഡിമാൻഡുള്ള കോഴ്സാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഗൾഫ് കൺട്രീസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദെൻ അടുത്തത് ഇത്രയാണ് നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഡിപ്ലോമക്ക് അപ്ലൈ ചെയ്യാം. www.polyadmission.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ഓൺലൈൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഫോമിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പ്രോഗ്രാം വെക്കാമെന്ന് പറഞ്ഞത്. 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. എക്സ്റ്റെൻഡ് ചെയ്യുന്ന നോട്ടീസ് ഇതുവരെ വന്നിട്ടില്ല, വൈകുന്നേരം വരെ വന്നിട്ടില്ല. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം. 10-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ബാക്കിയുള്ള ഡേറ്റുകൾ നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. ഈ ഡേറ്റ് ഓർത്തിരിക്കുക. 10th ലാസ്റ്റ് ഡേറ്റ്. നാളെ തന്നെ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു സീറ്റ് ഞാൻ പറഞ്ഞിരുന്നു, മെറിറ്റ് സീറ്റ്. മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജിലെ 100% സീറ്റുകളും എയ്ഡഡ് കോളേജിലെ 85% സീറ്റുകളും പ്രൈവറ്റ് കോളേജിലെ 50% സീറ്റുകളും മെറിറ്റ് സീറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കോമൺ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതല്ല നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു NCC കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻസ് ഉണ്ട്. NCC കേഡറ്റിന് റിസർവേഷൻ ഉണ്ട്. ആ NCC കേഡറ്റിന്റെ അപ്ലിക്കേഷൻ സെപ്പറേറ്റ് കൊടുക്കണം. നിങ്ങൾ സ്പോർട്സ്, ജില്ലാ, സംസ്ഥാന സ്പോർട്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് വേണം, അങ്ങനെയാണെന്ന് തോന്നുന്നു കണ്ടീഷൻ. സംസ്ഥാന സ്പോർട്സ് മീറ്റിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് കോട്ട വഴി കൊടുക്കണം. ഏതെങ്കിലും സ്പോർട്സ് ഐറ്റമോ അത്ലറ്റിക്സോ ഏത് സ്പോർട്സ് ഐറ്റം ആയാലും കുഴപ്പമില്ല, യു ഹാവ് റിസർവേഷൻ. നെക്സ്റ്റ് മാനേജ്മെന്റ് കോട്ട. മാനേജ്മെന്റ് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡഡ് കോളേജിൽ 15% സീറ്റ് ഗവൺമെന്റ് ഫില്ല് ചെയ്യില്ല. അതേപോലെ പ്രൈവറ്റ് കോളേജിൽ 50% സീറ്റ് ഗവൺമെന്റ് ഫില്ല് ചെയ്യില്ല. ഈ പറഞ്ഞ സീറ്റുകളിലേക്ക് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കോളേജിൽ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കണം. ഇത് മൂന്നും ഓൺലൈനായിട്ട് കൊടുത്താൽ, ഇത് ആദ്യത്തെ പ്യുവർ ഓൺലൈൻ ആണ്. ഇത് രണ്ടും NCC സ്പോർട്സ് ആണെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ NCC അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിൽ വഴി പോകണം, NCC റീജിയണൽ ഓഫീസ് വഴി പോകണം. ദെൻ മാനേജ്മെന്റ് കോട്ട ആണെങ്കിൽ മെറിറ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് കൂടെ അപ്ലിക്കേഷൻ ചെയ്തിട്ട് കോളേജ് സബ്മിറ്റ് ചെയ്യണം. മാനേജ്മെന്റ് കോട്ട ഏത് കോളേജിൽ സബ്മിറ്റ് ചെയ്യാതെ മതി. മാനേജ്മെന്റ് കോട്ടയാണെങ്കിൽ നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ കൊടുക്കുന്നത് ആ കോളേജിൽ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കണം. ദെൻ ഈ മെറിറ്റിന്റെ കേസാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. മാനേജ്മെന്റ് കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ പറഞ്ഞുതരാം. 30 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. 21 ബ്രാഞ്ചിൽ 96 കോളേജുകളിൽ ഏതൊക്കെ കോളേജുകളുണ്ടോ അതിൽ 30 എണ്ണം വരെ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോളേജുകളും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോഴ്സുകളും സിമിലർ +1 അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾ ചെയ്ത അതേ പ്രോസസ്സ്. ദെൻ അത് എങ്ങനെയാണ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ ഒറിജിനൽ SSLC ഇപ്പോൾ ആവശ്യമില്ല. ഈ SSLCയിലുള്ള കോപ്പി അല്ലെങ്കിൽ SSLCയുടെ ഡീറ്റെയിൽസ് മാത്രം മതി. നേറ്റിവിറ്റി ഇപ്പോൾ ആവശ്യമില്ല. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ SCBC, OEC അങ്ങനെ കമ്മ്യൂണിറ്റി റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഒന്നിൻ്റെയും ഒറിജിനൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ എന്തെല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് മാത്രം മതി. ആധാറിൻ്റെയും ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. ഇതെല്ലാം ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ഇൻഡെക്സ് മാർക്ക് ഇടും. ആ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റ് ഇടുക. ആ റാങ്ക് ലിസ്റ്റ് നിന്നാണ് അഡ്മിഷൻ നടക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്.
30 ഓപ്ഷൻ വരെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് അഡ്മിഷൻ സമയത്ത് ഇതിൻ്റെ എല്ലാം ഒറിജിനൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്ലിക്കേഷൻ ഫീ 150 രൂപയാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഏതെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ്, ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ ഫീസ്, ലാസ്റ്റ് തിങ്, എത്രയാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് 3 ടൈപ്പ് സീറ്റുകളുണ്ട്. ഒന്ന് ഗവൺമെൻറ് കോളേജ്, അല്ലെങ്കിൽ 3 ടൈപ്പ് കോളേജ് ഉണ്ട്. ഗവൺമെൻറ് കോളേജിലെ ഫീസാണ് ഇപ്പോൾ കാണിച്ചത്. 220 രൂപ അഡ്മിഷൻ ഫീസ്, 830 രൂപ സെമസ്റ്റർ ഫീസ്, 750 രൂപ സ്പെഷ്യൽ ഫീസ്, അതിൽ അഡീഷണൽ ഫീസ് 600, സ്റ്റുഡൻറ്റ് 300. അങ്ങനെ ജസ്റ്റ് അപ്രോക്സിമേറ്റ്ലി മൊത്തം നിങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് ഇതെല്ലാം ഇയറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് കോഷൻ ഡെപ്പോസിറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 2000-3000 റേഞ്ചിലെ ഫീസ് വരുള്ളൂ. ബട്ട് ഇതേ കോഴ്സ് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലും എയ്ഡഡ് കോളേജിലാണെങ്കിൽ 18,000 ഫോർ മാനേജ്മെന്റ് കോട്ട ഇൻ എയ്ഡഡ് കോളേജ്. എയ്ഡഡ് കോളേജിലെ മാനേജ്മെന്റ് ഫീസ് ആണ് 18,000. സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കാണ് പോകുന്നതെങ്കിൽ ഇറ്റ്സ് 37,500. ഇത് ഗവൺമെന്റ് സീറ്റിലേക്കാണ്. പ്യുവർ മാനേജ്മെന്റ് കോട്ട സീറ്റിലേക്ക് അതാത് കോളേജുകൾക്ക് ഫീസ് തീരുമാനിക്കാം. ഇതിന് അത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഫീസ് വരുന്നത്. ഈവൻ ബിടെക്കിന് പോലും ഇത്ര ഫീസ് ഇല്ല. കോഴ്സിന് അത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഫീസ് ഇത്രയും കൂടാനുള്ള കാരണം. സോ അതാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഡിപ്ലോമ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. 1 മണിക്കൂർ കൊണ്ട് തീർക്കണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂടിയോന്ന് എനിക്കറിയില്ല. എന്തായാലും പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞുതരാം. ഐ വിൽ ബി ഹിയർ. താങ്ക് യു സോ മച്ച്. ആസ് ഹി സെഡ്, ഇപ്പോൾ ഇന്ററാക്ഷന് വേണ്ടിയുള്ള സമയമാണ്. എല്ലാം ക്ലിയർ ആയി പറഞ്ഞെങ്കിലും ഇനി മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഹി വിൽ ബി ആൻസറിങ്. ഹലോ സാർ, പറയൂ. ഈ +2 കഴിഞ്ഞ ലാറ്ററൽ എൻട്രി വഴി കയറുന്നുണ്ടോ? പറ്റും, കയറാൻ പറ്റും. അല്ല, അങ്ങനെ തന്നെ കയറുന്നുണ്ടോ ഫസ്റ്റ് ഇയർ ആയിട്ട് തന്നെ? ഇല്ല, അങ്ങനെ തന്നെ കയറണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലും ജോയിൻ ചെയ്യാം, സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി ഓപ്ഷനിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. ഇനി അതർ ഡൗട്ട്സ്? ആരും ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പ്ലീസ് ഡു ഫീൽ ഫ്രീ ടു ആസ്ക്. പറയാത്ത മേഖലകളിലോ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോ ഇനി അധികം ലേറ്റ് ആക്കുന്നില്ല. ഐ ഹോപ്പ് ദാറ്റ്സ് ഇറ്റ്. ഒന്നുകൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. വിളിക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മിനിറ്റ്, എന്തെങ്കിലും പറഞ്ഞോളൂ സർ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് ഇപ്പോൾ അല്ലാതെ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ദിസ് ഇസ് മൈ നമ്പർ. ഓക്കെ, വാട്സപ്പ് ചെയ്യുക ആദ്യം വിളിക്കുന്നതിന് മുന്നേ, ബിക്കോസ് എൻ്റെ ജോബ് പ്രൊഫൈൽ അങ്ങനെ ആയതുകൊണ്ടാണ്. 9446554605. Okay, thank you. Okay, sir. Thank you so much. And I hope it was a very useful class. കാരണം പോളിടെക്നിക്കിന്റെ ഒരു ഇത്രയും വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഒരു പക്ഷെ അറിയാതെ പോയവരാണ് ഒട്ടുമിക്ക ആൾക്കാരും, ഈവൻ ആഫ്റ്റർ 10th and 12th. Now, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Can you see that in the chat box? കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും ഗവൺമെന്റ് സെക്ടർ ആപ്ലിക്കേഷൻ കൂടുതലുമായ ഡിപ്ലോമ കോഴ്സ്. ഗവൺമെന്റ് സെക്ടറിലും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും മദർ ബ്രാഞ്ചുകൾക്ക് തന്നെയാണ്. ഒരു ബ്രാഞ്ചിനെ മാത്രമായിട്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നൊന്നും വിചാരിക്കണ്ട. ഇലക്ട്രിക്കല്, സിവില്,
മെക്കാനിക്കൽ. ഇത് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ബേസിക് 3 ബ്രാഞ്ചുകളാണ്: ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ. പിന്നെ ഓട്ടോമൊബൈലും പ്രൈവറ്റ് സെക്ടറിലാണ്, പക്ഷേ ഓട്ടോമൊബൈൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. So I hope that's it. And now let us move on to vote of thanks. And for that, let me welcome the program coordinator, Ms. Riswana. Over to you. ആയിഷ audible ആണോ? Audible ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ചെന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഏറ്റവും സന്തോഷത്തോടെ ചേർന്ന ഷബാസ് സാറിന് ആദ്യം തന്നെ വളരെ നന്ദി പറയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ +2 കഴിഞ്ഞ സമയത്ത് ഇങ്ങനൊരു ഇങ്ങനൊരു ക്ലാസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ഒന്ന് ആലോചിച്ച് പോവാണ്. കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഇപ്പം അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ SSLC കഴിഞ്ഞ് നിൽക്കുന്നവരായിരിക്കും. അപ്പൊ ഇനി നിങ്ങളുടെ മുന്നിൽ വളരെയേറെ സാധ്യതകളുടെ ഒരു ലോകം തന്നെയാണ് തുറന്ന് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിൽ എത്തിച്ചേരാൻ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ ആയി പോകരുതെന്നേ ഉള്ളൂ. അപ്പോൾ പോളിടെക്നിക്കിന്റെ വളരെ വിശാലമായ സാധ്യതകൾ, അതിന്റെ അത്രയും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കുന്നു തോന്നുന്നു. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്താണ്. പിന്നെ ഷബാസ് സാറിന് വളരെ വളരെ സ്നേഹം സാർ, ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ എത്രയും വേഗം ചേർന്നതിന്. അപ്പം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. Okay, thank you all, and we are winding up the session. Thank you everyone for joining and spending your valuable time. Thank you.